പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ നാട്ടിലെ VI സിം എങ്ങനെ ഈ സിം ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നാണ് നോക്കുന്നത്. വളരെ സിമ്പിളായ പരിപാടിയാണ്. താഴെ കാണുന്ന ഈ ഒരു ഫോർമാറ്റിൽ SMS അയച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. പെട്ടെന്ന് നമുക്ക് വരുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫിസിക്കൽ സിം ഈ സിം ആക്കിയിട്ട് മാറ്റാൻ സാധിക്കും. കാരണം പുതിയ ഐഫോണിലൊക്കെ അറിയാലോ, ഈ സിം മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഫിസിക്കൽ സിമ്മിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ പ്രവാസികൾക്കൊക്കെ ഇത് തന്നെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. പ്രവാസികൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റോമിംഗ് പാക്കേജ്, ഒരു ദിവസത്തിനുള്ള റോമിംഗ് പാക്കേജ് ഒക്കെ കിട്ടും. അത് ആക്റ്റീവ് ചെയ്തതിന് ശേഷം ഇതുപോലെ SMS അയച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് റോമിംഗ് പാക്കേജ് ഇല്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള സിം ഇവിടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കസ്റ്റമർ കെയറിലേക്ക് ഫോർവേഡ് ചെയ്തിട്ട് ഈ സിം ആക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. കാരണം ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം എന്റെ VI സിമ്മിന്റെ നെറ്റ്വർക്ക് നഷ്ടപ്പെട്ടു, നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അങ്ങനെ അവരുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഈ സിം ആക്കാൻ ഇങ്ങനെ പറ്റുമോ, നെറ്റ്വർക്ക് നിലവിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അപ്പൊ അതിനായിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ VIയിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിലിൽ ഒരു കസ്റ്റമർ കെയറിലേക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡിക്ലറേഷൻ പിന്നെ ലെറ്ററും പിന്നെ ടൈപ്പ് ചെയ്തിട്ട് കൊടുത്താൽ ഒരു 1 day 2 days ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഈ സിം ആക്റ്റീവ് ചെയ്ത് തരും. നിങ്ങൾ പിന്നെ അത് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് QR കോഡ് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. QR കോഡ് അവർ സെൻഡ് ചെയ്ത് തരും. നിങ്ങൾ ജസ്റ്റ് അവർ ആക്റ്റീവ് ആയതിന്റെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മൊബൈലിലെ സിമ്മിന്റെ സെക്ഷനിൽ പോയിട്ട് ഈ സിം എന്ന് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക് അത് ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വോഡാഫോൺ സിം ഈ സിം ആയിട്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പറയുന്ന കാര്യങ്ങൾ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്. ആ ഫോമിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മൊബൈലിന്റെ ഈ ID നമ്പർ ഉണ്ട്, ആ #06 അടിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ഒരു വലിയ നമ്പർ ഉണ്ടാവും. അതാണ് ഈ ID നമ്പർ. ആ നമ്പർ വെച്ചിട്ടാണ് അവർക്ക് മെയിൽ ചെയ്യേണ്ടത്. അതുകൂടാതെ അതിന്റെ കൂടെ നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും ഒക്കെ നിങ്ങളുടെ മൊബൈലിൽ എടുത്തൊരു ഫോട്ടോ വെച്ചിട്ട് അത് എടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇവിടുത്തെ ID ഏതാണ്, ഇപ്പൊ സൗദിയിലുള്ളതാണെങ്കിൽ ഇഖാമ, UAEയിലുള്ള ഒരു വിത്താക്ക് അത്തരത്തിലുള്ള ID കാർഡ് വെച്ചിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുക്കണം. അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഇതായിട്ടുണ്ടോ ഫോട്ടോ, ആയത് സ്കാൻ ചെയ്ത കോപ്പിയോ ഫോട്ടോ കോപ്പിയോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സെൽഫി, ഇത്ര കാര്യങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മെയിലിൽ നിന്ന് കസ്റ്റമർ കെയറിലേക്ക് ഇമെയിൽ ചെയ്യണം. അതിനുശേഷം അവർ വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സിം ആക്റ്റീവ് ചെയ്ത് തരും. അപ്പോൾ ഈ രീതിയിലാണ് VI സിം ഈ സിമ്മായിട്ട് മാറ്റേണ്ടത്.